ടെക്സ്റ്റൈൽ വേസ്റ്റ് എന്ന വെല്ലുവിളി നേരിടാൻ രാജ്യത്ത് നടക്കുന്ന പ്രശംസനീയമായ ശ്രമങ്ങളെ മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെക്സ്റ്റൈൽ വേസ്റ്റ് എങ്ങനെ വെല്ലുവിളിയാകും? പഴയ വസ്ത്രങ്ങൾ എത്രയും വേഗം ഉപേക്ഷിച്ച് പുതിയത് വാങ്ങുന്ന പ്രവണത ലോകമെമ്പാടും തുണി മാലിന്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. आजकल दुनिया भर में पुराने कपड़ों को जल्द से जल्द हटाकर नए कपड़े लेने का चलन बढ़ रहा है. क्या आपने सोचा है कि जो पुराने कपड़े आप पहनना छोड़ देते हैं उनका क्या होता है? यही ടെക്സ്റ്റൈൽ വേസ്റ്റ് ബൻ ജാതാ ഹൈ. ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത്തരം തുണിത്തരങ്ങളുടെ 1% താഴെ മാത്രമേ പുതിയ വസ്ത്രങ്ങളാക്കി മാറ്റപ്പെടുന്നുള്ളൂ എന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തുണിമാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 3ാമത്തെ രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ നിരവധി സ്റ്റാർട്ടപ്പുകൾ ടെക്സ്റ്റൈൽസ് റിക്കവറി ഫെസിലിറ്റീസ് എന്ന വിഷയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൽ പ്രധാനമന്ത്രി അതീവ സന്തുഷ്ടി രേഖപ്പെടുത്തി. ഭാരത് दुनिया का तीसरा ऐसा देश है जहां सबसे ज्यादा टेक्सटाइल वेस्ट निकलता है. यानी चुनौती हमारे सामने भी बहुत बड़ी है, लेकिन मुझे खुशी है कि हमारे देश में इस चुनौती से निपटने के लिए कई सराहनीय प्रयास किए जा रहे हैं. कई भारतीय स्टार्टअप्स ने टेक्सटाइल रिकवरी फैसिलिटीज पर काम शुरू किया है. ഇത്തരം മാലിന്യം ശേഖരിക്കുന്നവരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന ടീമുകളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സുസ്ഥിര ഫാഷന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പഴയ വസ്തുക്കളും ചെരുപ്പുകളും പുനരുപയോഗിച്ച് അലങ്കാര വസ്തുക്കൾ, ഹാൻഡ് ബാഗുകൾ, സ്റ്റേഷനറി വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. ഹരിയാനയിലെ പാനിപത്ത് ടെക്സ്റ്റൈൽ റീസൈക്ലിംഗിന്റെ ആഗോള കേന്ദ്രമായി വളരുകയാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, റിന്യൂവബിൾ എനർജിയിലൂടെ ടെക്സ്റ്റൈൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. രാജ്യത്തെ ചില നഗരങ്ങൾ തുണിമാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പുതിയൊരു അടയാളം സൃഷ്ടിക്കുന്നതായും ഇത് മറ്റ് നഗരങ്ങൾക്കും ഒരു മാതൃകയാക്കാമെന്നും ഇത്തവണത്തെ മൻ കി ബാത്ത് മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.